ഹലോ കൂട്ടുകാരെ, നമ്മള് ഒരു കഥ വരാൻ പോവുകയാണ്. സിംഹവും എലിയും. കൂട്ടുകാരെ പറയൂ, ഈ മരത്തിൽ കൊമ്പിൽ കൂട്ടുകാരെ പറയൂ, ഈ മരത്തിൽ ചുവട്ടിൽ എത്ര സിംഹം? ഒന്ന്. ഒരു വലിയ കാട്ടിൽ ഒരിക്കൽ ഒരു ശക്തിയുള്ള സിംഹം ജീവിച്ചിരുന്നു. അതിൻ്റെ ഭയാനകമായ ഗർജനം കാട് മുഴുവനും മുഴങ്ങും. എല്ലാവർക്കും സിംഹത്തെ ഭയമായിരുന്നു. അതുപോലെ തന്നെയാണ് അതേ കാട്ടിൽ ഒരു ചെറിയ എലി ഉണ്ടായിരുന്നു. അതിനാവട്ടെ അത്രയും ശക്തിയോ വലിപ്പമോ ഇല്ലായിരുന്നു. എങ്കിലും എലിക്ക് നല്ല മനസ്സും സ്നേഹപൂർവമായ ഹൃദയവും ഉണ്ടായിരുന്നു. ഒരു ചൂടുള്ള ദിവസമായിരുന്നു. സിംഹം വൃക്ഷത്തിൻ കീഴിൽ തണലിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ആ ചെറിയ എലി അതിൻ്റെ കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി. കളിക്കാനായി ഓടിക്കളിച്ചതും സിംഹത്തിന്മേൽ കയറി ചാടിപ്പോയതും. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന സിംഹം അതിൻ്റെ വലിയ ചൂടുള്ള കുരുതി കയ്യിൽ കൊണ്ട് എലിയെ പിടിച്ചു. എന്നിട്ട് സിംഹം എലിനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ എനിക്കുമേൽ ചാടിക്കളിക്കാൻ ധൈര്യം വന്നു? എന്നിട്ട് സിംഹം ചിന്തിച്ചു, ഈ ചെറിയ എലിയെ ഞാൻ തിന്നാൽ നന്നായിരിക്കും. എലിക്ക് വളരെ ഭയം തോന്നി. അതിൻ്റെ ഹൃദയം വേഗത്തിൽ കിതച്ചു. എങ്കിലും അത് സിംഹത്തോട് ഭയക്കാതെ പറഞ്ഞു, സിംഹമേ, ദയവായി എന്നെ വിടൂ. എനിക്ക് ജീവിക്കാൻ ഒരവസരം തരൂ. ഒരു ദിവസം ഞാൻ നിന്നെ സഹായിക്കാം. സിംഹം അത് കേട്ടപ്പോൾ ചിരിച്ചു. നീ എന്നെ സഹായിക്കുമോ? നീ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ജീവി. എങ്കിലും സിംഹത്തിന് ആ എലിയുടെ വാക്കുകളിൽ ഒരു മാധുര്യത്വം തോന്നി. അതിനാൽ അത് എലിയെ വിട്ടയച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം സിംഹം കാടിൽ നടക്കുമ്പോൾ വേട്ടക്കാരുടെ വലയിൽ കുടുങ്ങി. അതിൻ്റെ വലതും ഇടതും കാലുകളും തങ്ങിപ്പോയി. എന്ത് ചെയ്യാനും പറ്റാതെയായി. വലിയ സിംഹം രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ വല അതിനെ കൂടുതൽ ബലമായി പിടിച്ചു. ഭയവും വേദനയും കൊണ്ട് സിംഹം ഉച്ചത്തിൽ കരഞ്ഞു, ആരെങ്കിലും സഹായിക്കൂ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. സിംഹത്തിൻ്റെ വിലാപം കേട്ട് എലി ഓടിയെത്തി. അതിൻ്റെ പഴയ കാര്യം എലിക്ക് ഓർമ്മ വന്നു. അതിൻ്റെ ചെറിയ പല്ലുകൊണ്ട് വലയുടെ നൂലുകൾ കുറുക്കിയപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വല ചിതറി. സിംഹം അവിടെ നിന്നു മോചിതനായി. സിംഹം അത്ഭുതത്തോടെ എലിയെ നോക്കി പറഞ്ഞു, നിന്റെ സഹായം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വലയിൽ തന്നെ മരിച്ചേനായിരുന്നു. നീ എനിക്ക് വലിയൊരു പാഠം പഠിപ്പിച്ചു തന്നു. അന്ന് മുതൽ സിംഹവും എലിയും നല്ല സുഹൃത്തുക്കളായി. അവർ ഒരുപാട് ഒരുമിച്ചു നേരം കളിച്ചു. അങ്ങനെ സിംഹത്തിന് ആ ഒരു പാഠം മനസ്സിലായി. വലിപ്പം ഇല്ലെങ്കിലും ശക്തി ഇല്ലെങ്കിലും ആരും ചെറിയവനാണെന്ന് കരുതരുത്. നല്ല മനസ്സും വിശ്വാസവും ഉണ്ടെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അങ്ങനെ സിംഹവും എലിയും നല്ല സുഹൃത്തുക്കളായി. അവർ പരസ്പരം കളിച്ചും ചിരിച്ചും കാട്ടിൽ ഒരുമിച്ചു ജീവിച്ചു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുന്ന താങ്ക് യു കൂട്ടുകാരെ.